ഫലമ്മ അതാഹ നൂദിയ യാ മൂസ ഇന്നി അന റബ്ബുക് ഫഖ്ലഅന അലൈക ഇന്നക ബിൽവാദിൽ മുഖദ്ദസി തുവ. ഫലമ്മ അതാഹ, അതിൽ പിന്നെ ലമ്മ അതാഹ, ലമ്മ അതാഹ മൂസ ആ നാറിലേക്ക് എത്തിയപ്പോൾ, ലമ്മ അതാഹ അദ്ദേഹം എത്തിയപ്പോൾ, ഹ എന്ന് പറഞ്ഞാൽ ഈ നാറിലേക്ക് എത്തിയപ്പോൾ, നൂദിയ, നൂദിയ വിളിക്കപ്പെട്ടു. എന്താ വിളിക്കപ്പെട്ടത്? യാ മൂസ, മൂസ എന്ന് വിളിക്കപ്പെട്ടു. ഓ മൂസ എന്ന് വിളിക്കപ്പെട്ടു. യാ മൂസ, ഓ മൂസ എന്ന് വിളിക്കപ്പെട്ടു. ഇന്നി അന റബ്ബുക്, ഇന്നി തീർച്ചയായും ഞാൻ, അന റബ്ബുക് താങ്കളുടെ റബ്ബാകുന്നു. ഇന്നി അന റബ്ബുക് തീർച്ചയായും ഞാൻ താങ്കളുടെ റബ്ബാകുന്നു. ഫഖ്ലഅന അലൈക്, അതിനാൽ ഇഖ്ലഅന അലൈക് താങ്കളുടെ ഇരു നാലുകളും ഊരുക. ഇഖ്ലാഅന ഊരുക, നാലൈക താങ്കളുടെ ഇരു നാലുകളും, നാല് എന്ന് പറഞ്ഞാൽ ചെരുപ്പ്, പാദരക്ഷ. നാലുൻ നാലാനി നാലൈക ഇരു പാദരക്ഷ, ഇരു പാദരക്ഷകളും ഊരുക. എന്തിനാ ഇരു പാദരക്ഷകളും ഊരാൻ പറഞ്ഞത്? ഇന്നക ബിൽവാദിൽ മുഖദ്ദസി തുവ, ഇന്നക കാരണം താങ്കൾ, കാരണം താങ്കൾ, ബിൽവാദിൽ മുഖദ്ദസ്, ബിൽവാദിൽ മുഖദ്ദസ്, ബിൽവാദി താഴ്വാരത്തിലാകുന്നു. വാദി എന്ന് പറഞ്ഞാൽ താഴ്വാരം. എങ്ങനെയുള്ള താഴ്വാരം? അൽ മുഖദ്ദസ് വിശുദ്ധമാക്കപ്പെട്ട, വിശുദ്ധമാക്കപ്പെട്ട, വിശുദ്ധമാക്കപ്പെട്ട താഴ്വാരത്തിലാകുന്നു കാരണം താങ്കൾ. ആ താഴ്വാരത്തിൻ്റെ പേരാണെന്ത്? തുവ, തുവ എന്നത്. തുവ എന്നത് ആ താഴ്വാരത്തിൻ്റെ പേരാണ്, ഇസ്മുൽ വാദി. ആ താഴ്വാരം മുഖദ്ദസാണ്, വിശുദ്ധമാക്കപ്പെട്ടതാണ്. അതിനാൽ ഇഖ്ലഅന അലൈക്. അള്ളാഹു എന്തിനാണ് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയോട് പാദരക്ഷ ഊരാൻ പറഞ്ഞത്? മുഫസ്സിരീങ്ങൾ പലരും പറഞ്ഞത് അതിൻ്റെ കാരണം അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, ഇന്നക ബിൽവാദിൽ മുഖദ്ദസി തുവ, വിശുദ്ധ താഴ്വാരത്തിലാണ്, അതുകൊണ്ട് പാദരക്ഷ ഊരാൻ പറഞ്ഞു.